എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇന്ന് നമ്മളൊരു കിടുക്കൻ സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. BDF, അതായത് ബീഫ് ഡ്രൈ ഫ്രൈ എന്ന് പറയുന്ന സാധനം. അവൻ്റെ മുകളിലേക്ക് ഇച്ചിരി നാരങ്ങ ജ്യൂസും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴേക്കും വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതിമാരെ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണേ. അതുപോലെ നമുക്കൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട്, അതും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നേരെ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് അണ്ടർക്കട്ട്, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ബീഫിൻ്റെ പീസാണ്. അതിലേക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമായിട്ട് സ്നേഹത്തോടെ തന്നെ തേച്ചങ്ങ് പിടിപ്പിച്ചു. നല്ല രീതിയിൽ അങ്ങ് സ്നേഹത്തോടെ തേച്ച് പിടിപ്പിക്കും. അപ്പോൾ ബീഫിന് തന്നെ നമ്മളോട് സ്നേഹം തോന്നും, കണ്ടില്ലേ? എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടെ തേച്ച് പിടിച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഇരിച്ച് വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അവൻ ഇച്ചിരി കൂടെ സ്നേഹം നമ്മളോട് തോന്നും. എന്നിട്ട് അവനെയും കൂടെ അങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കുക, നല്ല മസാജ് ചെയ്യുന്ന പോലെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് എണ്ണ തേച്ചങ്ങ് തിരുമ്മി പിടിപ്പിക്കുക ദൈവത്തിലേക്ക്. എന്നിട്ട് ഈ സംഭവം റെഡിയായി കഴിയുമ്പോഴേക്ക് നേരെ നമുക്ക് ഇവനെ ഇത് പ്രഷർ കുക്കറിലേക്ക് ഇതുപോലെ മറിച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിൽ. പ്രഷർ കുക്കറിൽ വേവിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അളവ്, ആ അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഇവനെ അടച്ചു വെക്കുക, ഇതുപോലെ അടച്ചു വെക്കുക. എന്നിട്ട് നമുക്കിതിങ്ങ് തീ പിടിപ്പിക്കുക. കറക്കി അണ്ണനെ ഇതുപോലെ ഇങ്ങ് തീ പിടിപ്പിക്കുക. തീ പിടിപ്പിച്ച് ഒരു 3 പീസിലെങ്കിലും വേണം. സോഫ്റ്റ് ബീഫ് ആയതുകൊണ്ട് 2-3 വിസിലടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ട ആദ്യത്തെ വിസിലടിച്ചു. ആ വിസിലടിച്ചത് സെറ്റായിട്ടിരിക്കുന്നത് കാണാം നമുക്ക്. ആ സമയത്ത് ഇവന് വേണ്ട ബാക്കിയുള്ള നമ്മുടെ മസാലക്കൂട്ടുണ്ട്, അവനെ റെഡിയാക്കാം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് പേസ്റ്റാക്കിയത് കേട്ടോ. അതിലേക്ക് കാശ്മീരി ചില്ലി വാരി കുത്തി, അതിന് ശേഷം സാദാ ചില്ലിയും കൂടെ സ്നേഹത്തോടെ ഇട്ടു. കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇതുപോലെ സ്നേഹത്തോടെ ഇടുക. എന്നിട്ട് ഇച്ചിരി മീൻ മസാലയും കൂടി പെരിഞ്ചീരവും കൂടി സ്നേഹത്തോടെ ഇട്ട ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുത്ത് 2 മുട്ട, കുറച്ച് ചില്ലി ഫ്ലേക്സ്, എന്നിട്ട് കുറച്ച് ഗരം മസാല, ഇതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടി, കുറച്ച് തേങ്ങാപ്പൊടി, ഡ്രൈ കോക്കനട്ട് പൗഡർ, ഇത്ര സാധനമായിട്ട് സ്നേഹത്തോടെ ഇവനെ അങ്ങ് മിക്സ് ചെയ്തു. ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മസാല ഈ കുഴമ്പ് രൂപത്തിൽ ഇങ്ങനെ അങ്ങ് കിട്ടും. ഇത് കണ്ടില്ലേ? കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. അപ്പോഴേക്കും നമ്മുടെ ബീഫ് 3 പീസിലൊക്കെ അടിച്ച് സെറ്റായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടല്ലേ? എന്നിട്ട് നമുക്ക് നേരെ തുറക്കുക. ആവിയോടെ ഈ സാധനം ഇങ്ങ് തുറന്ന് എടുത്ത് നല്ല വെന്തിരിക്കുന്ന ബീഫിനെ ഞാൻ പൊക്കിയെടുത്ത് കാണിച്ചില്ല. ഇപ്പം നല്ല സ്മെല്ലായിട്ട് വരുന്നത് കേട്ടോ. ഒരു പിടുത്തം പിടിക്കാൻ നോക്കും. എന്നിട്ട് കത്തി കൊണ്ട് ഇതുപോലെ സ്ലൈസ് ചെയ്യുക, കണ്ടില്ലേ? ആദ്യം ഇതുപോലെ സ്ലൈസ് ചെയ്ത ശേഷം ഇവനെ നീളത്തിലരിയണം. ഇതുപോലെ കത്തി കൊണ്ട് നീളത്തിലരിയുക, പൊടിയാതെ, കണ്ടല്ലേ? നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെ സ്നേഹത്തോടെ എങ്കിൽ ബീഫിനെ അരിഞ്ഞു. ബീഫിന് നമ്മളോടൊരു പ്രത്യേക സ്നേഹം തോന്നും. ഈ സ്നേഹം ഉണ്ടായാലൊക്കെ ഉള്ളൂ ഈ ഫുഡിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ വാരി എറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്നേഹത്തോടെ തന്നെ അങ്ങ് ഉണ്ടാക്കുക, കണ്ടില്ലേ? ഇതുപോലെ സ്നേഹത്തോടെ നീളത്തിലങ്ങ് അരിയുക. അതിന് ശേഷം ആ മസാലയിലേക്ക് സ്നേഹത്തോടെ അങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൊതി വന്നിട്ടൊരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. വേണമെന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് സാധനം എന്നറിയുകയും ചെയ്യാമല്ലോ. കണ്ടില്ലേ? എന്നിട്ട് ഇതുപോലെ മസാലയൊക്കെ പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് ഇരിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ട് നല്ല വെളിച്ചെണ്ണയിലേക്ക്, നല്ല ചൂടായിട്ടിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ വാരി അങ്ങ് വിതറുക. നല്ല രീതിയിൽ അങ്ങ് വാരി വിതറിക്കും, കണ്ടില്ലേ? എന്നിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. ഒരു ചെറിയ കരിമുരി പോലെ ആകുന്നവരെ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. കാരണം കുക്കായതുകൊണ്ടൊന്ന് ക്രിസ്പായി കിട്ടിയാൽ മതി നമുക്ക്. ഇതുപോലെ ആക്കി കിട്ടി കഴിയുമ്പോഴേക്ക് നേരെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മറിക്കുക, കണ്ടില്ലേ? അപ്പോൾ എണ്ണയൊക്കെ ഊറി നല്ല സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ കൂടെ ഇതുപോലെ പച്ചമുളകും കറിവേപ്പിലയും ഇതുപോലെ ഇട്ടങ്ങ് ഫ്രൈ ചെയ്യുക. ഒരു ഗാർണിഷില്ല, ഒരു വഴിക്ക് പോകുമ്പോൾ അവനെയും ഫ്രൈ ചെയ്ത് മുകളിലേക്ക് വാരി വിതറുക, കണ്ടില്ലേ? എന്നിട്ട് ഇവനൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത ശേഷം നാരങ്ങ ജ്യൂസ് ഇതിൻ്റെ പൊക്കത്ത് കൂടെ ഒഴിക്കുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടെന്നറിയാം. ഒരു പുളിയും കൂടെ ഇങ്ങ് വരുമ്പോൾ വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതിമാരെ, ഒരു രക്ഷയില്ല. എന്നിട്ട് ഇവൻ്റെ ഒരു പീസ് ഇതുപോലെ അങ്ങ് എടുത്തിട്ട് നിങ്ങളുടെ എല്ലാ സമ്മതത്തോടെ ഞാനൊരു പിടുത്തങ്ങ് പിടിക്കാൻ പോകട്ടെ എൻ്റെ ചങ്ങാതിമാർ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം ഇതുപോലെയുള്ള നല്ല കിടുക്കാച്ചി വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ.